നയിചേതന ദേശീയതല ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസിന്റെ സഹകരണത്തോടെ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനായി നവംബർ 25 മുതൽ ഡിസംബർ 23 വരെ ഇന്ത്യയിലൊട്ടാകെ സംഘടിപ്പിക്കുന്ന ദേശീയതല ക്യാമ്പയിനാണ് നയിചേതന. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കാസർഗോഡ് ജില്ലാ പോലീസ് വകുപ്പുമായി സഹകരിച്ച് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മള് പണ്ട് എപ്പോഴും പറയുന്ന ഏറ്റവും ആദ്യം സ്ത്രീ ശാക്തീകരണം നമ്മുടെ കേരളത്തിലെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് വീട്ടി വട്ടതിരിപ്പാട് പണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഏറ്റവും വലിയ ശാക്തീകരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ നമ്മുടെ ആൾക്കാർക്ക് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ബാക്കി വീട്ടിലത്തെ കാര്യമൊക്കെ അവിടെ അവതാളത്തിലാവില്ലേ, ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും വലിയ ശാക്തീകരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു, നമുക്ക് എന്തൊക്കെ ആണ് ആവശ്യം, എന്താണ് ജോലി കൊണ്ടുള്ള ഗുണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ പുറത്തിറങ്ങാൻ നമ്മളെ സഹായിച്ചിരിക്കുന്ന കുടുംബശ്രീ പോലുള്ള പദ്ധതികളാണ് നമ്മുടെ സ്ത്രീകൾക്ക് ആ ധൈര്യം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ, സമൂഹത്തിൽ അവരെ ശാക്തീകരിക്കാൻ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ചത് കുടുംബശ്രീയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതാണ് ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ അധ്യക്ഷനായി. കാസർഗോഡ് ASP അപർണ IPS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് അതൊരു വലിയ കാര്യമല്ല, നമ്മുടെ ചെറിയ 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 കാര്യങ്ങൾ വരെ അതിലേക്കുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു സിനിമ കാണുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സിനിമയാണോ കാണുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റി മൊത്തമായിട്ടൊരു കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. കേരള കേന്ദ്ര സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശാലക്ഷ്മി ഓപ്പൺ ഫോറത്തിൽ മോഡറേറ്ററായി. സ്ത്രീകൾ, വിവിധ ലിംഗവിഭാഗത്തിലുള്ള വ്യക്തികൾ എന്നിവർക്ക് വിവേചനങ്ങളും അതിക്രമങ്ങളും നേരിടാതെ സ്വന്തം അവകാശത്തിൽ അധിഷ്ഠിതമായി നിർഭയം ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചതിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. നയിചേതന 3.0 ക്യാമ്പയിനിലൂടെ ഈ മാസം നവംബർ 25 മുതൽ ഡിസംബർ 23 വരെ നമ്മുടെ സംസ്ഥാനത്തും കുടുംബശ്രീ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് ഏറ്റവും മികച്ച നിലയിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കാസർഗോഡ് ജില്ലയിലും ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഫോറം പോലീസ് വകുപ്പുമായി ചേർന്നുകൊണ്ട് ജെൻഡർ ഇൻ്റഗ്രേഷൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായി നമുക്ക് ജെൻഡർ അതിക്രമങ്ങൾക്കെതിരെയും ലിംഗവിവേചനത്തിനെതിരെയുമുള്ള പോരാട്ടം സാധ്യമാവും എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത്. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്, SHOമാരായ മുകുന്ദൻ, രാജേഷ്, അജിത തുടങ്ങിയവർ സംസാരിച്ചു. ADMC സൗദ സ്വാഗതവും DPM S മനു നന്ദിയും പറഞ്ഞു. ഡിസംബർ 23 സമാപിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ CDSകളിൽ ജെൻഡർ കാർണിവലും സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ 3 ആഴ്ചകളിലായി അയൽക്കൂട്ട ADS, CDS, ഓക്സിലറി ഗ്രൂപ്പുകൾ, 854 ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ, വിജിലന്റ് ഗ്രൂപ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.